രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നത് കേരള പോലീസിനും ഒപ്പം കോൺഗ്രസിനുമെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. ഷഫീദ്, ഈ ഏതാനും നിമിഷത്തിനകം ഈ കോടതി വിധി എന്താകും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത വരും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്തു തീരുമാനിക്കുന്നത് വളരെ നിർണായകമാണ്. ഇന്ന് പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ അങ്ങേയറ്റം എതിർക്കുകയും ചെയ്ത ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇന്നത്തെ അരമണിക്കൂറോളം നീണ്ട വാദം അതെങ്ങനെയായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്? ഇന്നലത്തെ സമാനമായി ഇന്നും ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ ഈ പ്രോസിക്യൂഷന്റെ ആവശ്യമായിരുന്നു കുറച്ചുകൂടി മെറ്റീരിയൽസ് കോടതിയിൽ ഹാജരാക്കാനുണ്ട്, അതിനുശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നുള്ളതായിരുന്നു കോടതിയോടുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നും വാദം കേൾക്കാൻ വേണ്ടി കോടതി മാറ്റിയത്. അങ്ങനെ ഇന്ന് വാദം ഏതാണ്ട് 35 മിനിറ്റോളം വാദം കേട്ടു. പുതിയ മെറ്റീരിയൽ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഈ മിസ്കാരേജുമായി ബന്ധപ്പെട്ട്, അതായത് അശാസ്ത്രീയ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകളുടെ അടക്കം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കാര്യങ്ങൾ അത് കോടതിയിൽ ഹാജരാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ രാഹുലിനെതിരെ സമാന സ്വഭാവത്തിലുള്ള മറ്റൊരു കേസ് കൂടിയുണ്ട്, അതിന്റെ FIR ഇട്ടിട്ടുണ്ട്. ഇതേ അന്വേഷണ സംഘം തന്നെയാണ് അത് അന്വേഷിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ കോടതിയിലേക്ക് കൊണ്ടുവന്ന കാര്യം. മാത്രമല്ല ആന്റിസിപ്പേറ്ററി ബെയിൽ പരിഗണിക്കുന്ന സമയത്ത് ഈ പ്രതി കോടതിയോട് അല്ലെങ്കിൽ കോടതിയോടും അന്വേഷണ സംഘത്തോടും പുലർത്തുന്ന സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി കോടതി പരിഗണിക്കണമെന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ദിവസങ്ങളായി ഒരു ജനപ്രതിനിധിയായിട്ടും തെറ്റായ മാതൃക എന്ന രീതിയിൽ നിയമവ്യവസ്ഥകളോട് സഹകരിക്കാതെ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നു. സംസ്ഥാനത്തിന് പുറത്ത് SIT സംഘം അദ്ദേഹത്തിന് വേണ്ടി അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്തമംഗലം അജിത് കുമാറും ശേഖർജി തമ്പി എന്ന് പറയപ്പെടുന്ന 2 അഭിഭാഷകരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. അവർ ഇന്ന് പ്രധാനമായും ഉയർത്തിയത് നോട്ട് ടു അറസ്റ്റ് ഹർജി അവർ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ കേസുമായി ഈ പ്രതി സഹകരിക്കും, അതുവരെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തരുത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട നിരവധി കണ്ടീഷനുകളുണ്ട്. ആ കണ്ടീഷനുകൾ കോടതിയിൽ മനസ്സിലാക്കും വിധം സമർത്ഥിക്കാനുള്ള സമയം അവർക്ക് കൊടുക്കണം. അതുവരെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായും അത് പ്രതിക്കുള്ള അവകാശ നിഷേധമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനെ ക്രോസ് ചെയ്തുകൊണ്ട് പ്രതിഭാഗം ഇന്ന് കോടതിയിൽ അവതരിപ്പിച്ചു. അതിൽ തന്നെ പറയുന്നത് ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല. കാരണം ഇതൊരു പരസ്പരമുള്ള കൺസേണോടുകൂടി നടത്തിയ അല്ലെങ്കിൽ കൺസെന്റോടുകൂടി നടത്തിയിട്ടുള്ള ലൈംഗിക ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത് പീഡനം അല്ലെങ്കിൽ ബലാത്സംഗം എന്നുള്ള കാര്യം നടക്കില്ല. ഇവർ സുഹൃത്തുക്കളായിരുന്നു, അത് നിലനിൽക്കില്ല എന്നുള്ളത് പ്രതിഭാഗം വാദിച്ചു. രണ്ടാമത്തേത് ഈ ഗർഭചിത്രം എന്ന് പറയുമ്പോൾ അത് പ്രതി ഏതെങ്കിലും തരത്തിൽ പ്രഷറൈസ് ചെയ്തു അതല്ലെങ്കിൽ സമ്മർദ്ദപ്പെടുത്തിയെന്ന് തെളിയിക്കാൻ കഴിയുന്ന തെളിവുകളില്ല. പകരം പ്രതിഭാഗത്തിന്റെ കയ്യിൽ ഉള്ള തെളിവനുസരിച്ച് ഈ ഗർഭചിത്രത്തിന് ഈ പെൺകുട്ടിക്ക് ബോധ്യമുണ്ടായിരുന്നു. അവർ അതിനുവേണ്ടി സുഹൃത്തുക്കളോടക്കം സംസാരിക്കുന്ന ചില രേഖകളടക്കം, ചില വാട്സപ്പ് രേഖകളടക്കം തങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടെന്നൊക്കെയുള്ളതാണ് പ്രതിഭാഗത്തിന്റെ ഇക്കാര്യത്തിലെ ഗ്രൗണ്ട്. ഏതായാലും ഇത് രണ്ടും വിശദമായി കേട്ട ശേഷമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് നോട്ട് ടു അറസ്റ്റിൽ ഉടൻ വിധി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പിരിഞ്ഞത്. എന്നാൽ 1 മണിക്കൂറിനകം നോട്ട് ടു അറസ്റ്റിൽ വിധി വരുമെന്നുള്ളതായിരുന്നു കരുതിയിരുന്നാൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കോടതി കടക്കാത്ത പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒറ്റ വിധിയായി ഇത് പറയും. ആന്റിസിപ്പേറ്ററി ബെയിലും, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധിയും ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ ഫേവറബിൾ ആയിട്ടുള്ള എന്ത് കണ്ടീഷനുകളായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയില്ല. പ്രതിഭാഗവും പ്രോസിക്യൂഷനും തെളിവുകൾ ഹാജരാക്കി. ഒരു പക്ഷേ സെഷൻസ് കോടതിയിൽ ഇത്തരം ആന്റിസിപ്പേറ്ററി ബെയിലുകൾ വരുമ്പോൾ സാധാരണഗതിയിൽ ഇത്രത്തോളമൊന്നും വിശദമായ കാര്യങ്ങളിലേക്ക് പോകാറില്ല. പ്രത്യേകിച്ച് ചില പ്രത്യേക കേസുകൾ മാത്രമാണ് പോകാറുള്ളത്. അങ്ങനെ ഒരു പരിഗണന ഈ കേസിന് കിട്ടിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു സ്പെഷ്യൽ കേസായി കോടതി ഇതിനെ കണ്ടു എന്നുള്ളതാണ്. സെഷൻസിലേക്ക് സാധാരണ ഇത്തരം കേസുകൾ വരുമ്പോൾ to be arrested, അതല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടോ, അറസ്റ്റ് ചെയ്യാമോ, അറസ്റ്റ് ചെയ്യാതിരിക്കാമോ, അറസ്റ്റ് ചെയ്ത കസ്റ്റഡിയിലെടുത്ത പ്രതിയുമായി തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യകത എന്ത് എന്നുള്ളതിൽ മാത്രമാണ് തീരുമാനമെടുക്കുക. എന്നാൽ ഇപ്പോൾ ഈ കേസിന്റെ കുറച്ച് മെറിറ്റുകളിലേക്ക് കൂടി, മെറ്റീരിയൽ എവിഡൻസുകളിലേക്ക് കൂടി, ഡിജിറ്റൽ എവിഡൻസുകളിലേക്ക് കൂടി കോടതി പോയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ആന്റിസിപ്പേറ്ററിയിൽ വിധി പറയുക. ദിൽന, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അല്പസമയത്തിനകം വിധി പറയും. അറസ്റ്റ് തടയണം, അറസ്റ്റ് ചെയ്യാവുന്നത് ഒഴിവാക്കണം എന്ന ഉപഹർജിയിൽ കൂടി രണ്ടും ചേർന്നൊരുമിച്ചുള്ള വിധിയാകും പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നൽകുക എന്നാണ് തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പാരലായിക്കൊണ്ട് തന്നെ രണ്ടാമത്തെ കേസിൽ കൂടുതൽ നടപടികളിലേക്ക് SIT സംഘം പോവുകയാണ്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഈ രണ്ടാമത്തെ കേസിൽ കൂടി മൊഴി രേഖപ്പെടുത്തുക എന്നത് അന്വേഷണ സംഘത്തിന് വളരെ നിർണായകമായ കാര്യമാണല്ലോ. ഈ സ്ഥിരം കുറ്റവാളിയാണ്, ഈ രീതിയിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന രീതിയിലുള്ള പ്രോസിക്യൂഷന്റെ വാദത്തെ കൂടി ശരിവെക്കുന്നതാകുമല്ലോ രണ്ടാമത്തെ കേസിൽ മൊഴി കൂടി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞാൽ. ഇന്നലെ തന്നെ ഈ കേസിൽ വാദം നടക്കുമ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യം, സമാന സ്വഭാവത്തിലുള്ള മറ്റൊരു ലൈംഗിക പീഡന കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയായി പുറത്തേക്ക് വന്നിട്ടുണ്ട്, അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കണമെന്നുള്ളതായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തു. ഇന്ന് കോടതിക്ക് മുൻപിലേക്ക്
ആ FIR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കോടതിക്ക് മുൻപിലേക്ക് പ്രോസിക്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിൽ തുടർ നടപടികൾ കൈക്കൊള്ളാൻ വേണ്ടി പെൺകുട്ടിക്ക് മറുപടി അയച്ചു എന്നുള്ള വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസിലും SIT അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ അനുവദിക്കുന്നത് ഒരു കാരണവശാലും സമ്മതിക്കരുതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്, ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.